വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ SSCയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന ഇതാണ്, ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് the one-time registration OTR will be Aadhaar enabled for 2025 examination cycle and onwards, that is from 2nd June 2025. Further, with respect to the annual examination calendar issued on 9th March 2025, it is informed that option to edit the existing OTR or one-time registration form would be permitted only till 31st May 2025. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ 2025 എക്സാമിനേഷൻ പ്രോസസ്സ് മൊത്തം ആധാർ എനബിൾഡ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രജിസ്ട്രേഷൻ, നമ്മുടെ SSCയുടെ വെബ്സൈറ്റിൽ ചെയ്യുന്ന വൺ ടൈം രജിസ്ട്രേഷൻ ആധാർ എനബിൾഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറും ഒക്കെ ലിങ്ക്ഡ് ആണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും എഡിറ്റ്സോ മറ്റോ ആധാറിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, എക്സാം എഴുതാൻ റെഡി ആയിട്ടുള്ളവർ നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും ഒക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആധാറിന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആധാർ കാർഡ് ഇനി മുതൽ SSC എക്സാംസ് എഴുതാൻ നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം, മെയ് 9-ാം തീയതി തന്നെ നമ്മുടെ എക്സാം കലണ്ടർ റിലീസായിട്ടുണ്ടായിരുന്നു. അത് പ്രമാണിച്ചിട്ട് ആരെങ്കിലും തന്നെ നേരത്തെ SSC വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ, അതല്ല മുന്നേ തന്നെ എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, 2-3 വർഷമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാവും, നിങ്ങളെല്ലാം തന്നെ OTR ചെയ്തിട്ടുണ്ടാവും, മുന്നേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തവർക്ക് വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ വരുന്നത് 31 മെയ് വരെ ആയിരിക്കും. അതായത് ഈ മാസം 31-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത പുതിയ ആൾക്കാർക്ക് എന്താ പറയുക, പുതിയ ആൾക്കാർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത പുതിയ ആൾക്കാർക്ക് എന്തു ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആധാർ വെച്ചിട്ടാണ് ഇനി രജിസ്ട്രേഷൻ നടക്കുക. അതുപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മെയ് 31 വരെ ഈ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ 31-ന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആധാർ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അല്ലാത്തവർ പേടിക്കേണ്ട, നിങ്ങൾക്ക് 31 വരെ എഡിറ്റ് ചെയ്യാം, പക്ഷേ 31 കഴിഞ്ഞു പോകരുത്. അപ്പോൾ ഇക്കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ SSC എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓഗസ്റ്റ് 13-ാം തീയതി മുതലാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഒരു കുറച്ച് ദിവസങ്ങൾ, അല്ല ഏകദേശം ഒരു 3 മാസമൊക്കെ ഉള്ളൂ. ഈ 3 മാസങ്ങൾ എങ്ങനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ദിശയുടെ പുതിയ കോഴ്സ് ഉണ്ട് കേട്ടോ, റിപ്പീറ്റേഴ്സ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8075753676 എന്നുള്ള നമ്പറിലേക്കും കൂടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്കുകളും റിവിഷൻ ചെയ്യാൻ പാകത്തിന് ഒരു 75 ഡേ പ്ലാൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേയ്സ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ ചെറിയൊരു കോഴ്സ് ഫീസിലാണ് ഈ പ്ലാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന കുട്ടികൾക്ക് ഈ കോഴ്സ് എത്രത്തോളം ഇഫക്റ്റീവ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു ബേസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ കോഴ്സിൻ്റെ കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എന്താണ്, നമ്മളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തിട്ടുള്ളവർ മെയ് 31-ന് മുന്നേ തന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.